കാൽപാദം ഇനി മുറിക്കണ്ട. അൽഹംദുലില്ലാ ഈ മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങും. ഞാനാണ് പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ടുള്ളൂ. എന്താ ഇപ്പം നിങ്ങളുടെ പേര്? മൊയ്തൂട്ടി. നിങ്ങളുടെ പേരെന്താ? പേര് അബ്ദുറഹ്മാൻ. നിങ്ങളാരാണ്? മകനാണ്. നിങ്ങളുടെ പേരോ? ഭാര്യ. മൂത്ത മോള് മുഹമ്മദ്. നിങ്ങൾ ആരാണ്? മകനാണ്. എന്താ മുജീബ് ശരിക്കും വാപ്പാക്ക് സംഭവിച്ചത്? 4 വർഷമായിട്ട് ഈ കാലിൻ്റെ വെല്ലിൻ്റെ ഇടയിൽ ഒരു മുറിവുണ്ടായിരുന്നു. അത് ഷുഗറിൻ്റെ പ്രശ്നമാണ് പറഞ്ഞിട്ട് ഒരു 3 വർഷത്തിന് മേലായിട്ട് മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം പിന്നെ ചെത്തി കളയണമെന്ന് പറഞ്ഞു. ഒരു 2 പ്രാവശ്യം ജസ്റ്റ് ചെത്തി കളഞ്ഞു. പിന്നീട് ഇപ്പോൾ അത് 2 പേരിൽ കട്ട് ചെയ്യണം പറഞ്ഞു. കട്ട് ചെയ്തതിന് ശേഷം മുറിവ് ഉണങ്ങുന്നില്ല. മുറിവ് ഉണങ്ങാതായപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ വാസ്കുലർ സർജൻ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കാൻ വന്നു. അവർ കാണിച്ചപ്പോൾ അത് നോക്കിയപ്പോൾ ട്യൂമറിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ ട്യൂമർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചപ്പോൾ പറഞ്ഞത് ലേശം കൂടി കട്ട് ചെയ്ത് കൊണ്ട് കളയണം, എന്നാലും പൂർണ്ണമായും മുറിവ് ഭേദവും ഉണങ്ങുള്ളൂ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ സാറിന് ഇല്ല അത് ഈ പഴുപ്പ് ഈ 2 പേരിൽ കയറിയിട്ടുണ്ട് പറഞ്ഞു. 2 വർഷം അതിൻ്റെ മുന്നേ ഉണ്ട്. 2 പ്രാവശ്യമായി ഇങ്ങനെ എന്നും കൊണ്ട് ഇങ്ങനെ ചെത്തി എടുക്കലുണ്ട്. പിന്നെ ചെന്നപ്പോൾ ഇത് ചെത്തണം ബയോപ്സി ചെയ്തപ്പോൾ ട്യൂമറുണ്ട്, തൊലിപ്പുറത്തുണ്ടാകുന്നൊരു ടൈപ്പ് ക്യാൻസർ ഉണ്ട്. അതുകൊണ്ട് അത് വിരലെടുത്തേ പറ്റുള്ളൂ. വിരലെടുത്തപ്പോൾ 1 മാസം 1.5 മാസം 2 മാസത്തോളമായി. എത്ര വിരലെടുത്തു? 2 വിരൽ. എന്നിട്ടിപ്പോൾ പിന്നെ അതിന് ശേഷം എടുത്തത് നോർമലി സർജറി ഡോക്ടറാണ് എടുത്തത്. അവർ പിന്നെ വാസ്കുലർ സർജറി കിട്ടും. വാസ്കുലർ സർജറി പിന്നെ ഓങ്കോളജി സർജറി. ഇത് 2 പേരും കൂടി ഡിസിഷൻ എടുത്തത് പാദത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. വേറെ ചികിത്സയില്ല. പാദം മുറിച്ചാണ്. വേറെ ചികിത്സയില്ല. എന്ത് ചെറിയൊരു ക്യാപ്സ്യൂൾ വന്നുകൊണ്ട് അതിന് തീരുമാനിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജ്. ആയിക്കോട്ടെ, ഇതിനൊരു വഴിയുണ്ട്. ഈ മുറിവാണെങ്കിൽ നിങ്ങൾ ക്യാൻസർ ആണോ ട്യൂമർ ആണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കറിയുന്നൊരു കാര്യം ഞാൻ പറയാം. ആ മുറിവ് ഉണങ്ങാനുള്ളൊരു വഴിയുണ്ട്. അത് മതിയോ? മതി. അത് മുറിവാണെങ്കിൽ വേദനയാണ്. അത് ചില സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പൈപ്പ് ഇങ്ങനെ. ഞാൻ പറയുന്നതേ ആ മുറിവ് ഉണങ്ങാനുള്ളൊരു വഴിയുണ്ട്. അത് മതിയോ? അതല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ കുറച്ചും കൂടെ പോയിട്ട് ആ ചികിത്സ ഒന്ന് ചെയ്ത് നോക്കിയിട്ട്. അല്ല, ഞങ്ങളെല്ലാം തീരുമാനിച്ചിട്ടാണ് വന്നത്. അല്ല, ഒന്നുകൂടെ വേണമെങ്കിൽ ആ ചികിത്സ ചെയ്ത് നോക്കി. ഞങ്ങളെല്ലാം അറിഞ്ഞ് തീരുമാനിച്ചിട്ട് വന്നതാണ്. ഉറപ്പാണോ? ആയിക്കോട്ടെ. നിങ്ങൾ പത്തിയൊക്കെ എടുക്കുമോ? നിങ്ങളെല്ലാവരും എടുക്കേണ്ടി വരും. നിങ്ങളെ വീട്ടിലൊക്കെ എടുക്കുമോ? നിങ്ങളൊക്കെ എടുക്കുമോ? മക്കളൊക്കെ എടുക്കേണ്ടി വരും. അതൊക്കെ കഴിയുമോ? അല്ലെങ്കിൽ പറ്റില്ല പോയിക്കോളി. നിങ്ങൾ വെറുതെ സമയം കളയണ്ട. ഉറപ്പാണ്. എന്നാലേ ഇനിയും മുറിവാണെങ്കിൽ കേട്ടോ, ധൈര്യമായിട്ട് ഇരുന്നോ. കാല് മുറിക്കണ്ട. അപ്പോൾ കാൽപാദം മുറിക്കാൻ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും കാൽപാദം ഇനി മുറിക്കണ്ട. അൽഹംദുലില്ലാ ഈ മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങും. ഞാനാണ് പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ടുള്ളൂ. Gracias.